നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സംശയിക്കണം, അച്ഛനെ സംശയിക്കണം, ക്ലോസ് ആയി വാച്ച് ചെയ്യണം. ചിലപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ അച്ഛനാണെങ്കിലോ? വിശ്വസിക്കാൻ പ്രയാസമാണ്. എങ്കിലും സാഹചര്യ തെളിവുകൾ വിരൽ ചൂണ്ടുന്നത് അച്ഛനിലേക്ക് തന്നെയാണ്. ചേച്ചി പറഞ്ഞില്ലെങ്കിലും ചേച്ചിയുടെ ഉദ്ദേശം ഇതായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അല്ലടാ അബി? ആ അതെ, ഞങ്ങളത് ഡിസ്കസ് ചെയ്തിരുന്നു. മുമ്പൊരിക്കൽ ചേട്ടന് പെട്ടെന്ന് ഓർമ്മ തിരികെ വന്നിരുന്നു. അന്നേട്ടൻ കാറെടുത്ത് നേരെ ഇവിടേക്ക് വന്നു. ഏട്ടൻ വീട്ടിൽ നിന്ന് കാറെടുത്ത് ഇറങ്ങിയ ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് തന്നെ. പക്ഷേ അന്ന് ഇവിടെ വന്ന ഏട്ടൻ ആകെ സമനില തെറ്റിയ മട്ടില പിന്നെ പെരുമാറിയത്. ഇവിടെ വന്ന് എന്തൊക്കെയോ ചെയ്തിട്ട് ഏട്ടൻ കാറും എടുത്ത് വീട്ടിലേക്ക് പോന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഏട്ടന് വീണ്ടും ഓർമ്മ നഷ്ടപ്പെട്ടു. ആ സമയത്ത് ഞാൻ ഏട്ടനെ തിരക്കി വരുമായിരുന്നു. ഞാൻ വരുമ്പോൾ കാണുന്നത് ഏട്ടൻ ഒരു പെൺകുട്ടിയുമായി സംസാരിച്ച് നിൽക്കുന്നതാണ്. അന്ന് ആ പെൺകുട്ടി ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏട്ടൻ മാലാഖ മാലാഖ എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീടല്ലേ മനസ്സിലായത് ഏട്ടൻ പറഞ്ഞ മാലാഖ ഈ ഇരിക്കുന്ന ദേവികച്ചയാണെന്ന്. സിധുവേട്ടനെ പഴയ അവസ്ഥയിൽ കാണാൻ വേണ്ടി ഇവിടെ ഞങ്ങളെല്ലാവരും വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ദേവികേച്ചി സിധുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ സിധുവേട്ടൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയായി. സിധുവേട്ടൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങളുടേതായ എന്ത് സഹായം വേണമെങ്കിലും ചേച്ചി മടിക്കാതെ ചോദിക്കണം. എന്തിനും ഞങ്ങൾ തയ്യാറാ. ചേച്ചി വിളിച്ച വിളിപ്പുറത്ത് ഞങ്ങളുണ്ടാവും. നിങ്ങൾ എപ്പോഴും എന്റെ ഒപ്പം തന്നെ ഉണ്ടാവണം. എന്റെ മനസ്സ് നിറയെ കുട്ടന്റെ ശത്രുക്കളെ കുറിച്ചുള്ള ചിന്തയാ. നമ്മുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തു നോക്കിയാൽ തന്നെ കുട്ടനൊരു വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവും. വീടിനകത്ത് വെച്ച കുട്ടൻ ഏറെ ആപത്തുകൾ നേരിടേണ്ടി വന്നത്. അവിടെ നിന്നൊക്കെ തലനാരിഴയ്ക്ക കുട്ടൻ രക്ഷപ്പെട്ടത്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാവുന്നൊരു കാര്യമുണ്ട്. കുട്ടന്റെ ശത്രു പുറത്തുനിന്നുള്ള ഒരാളല്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആരോ ഒരാളാണ്. അതാരായാലും ശരി, അയാളെ എനിക്ക് കണ്ടെത്തണം. മറഞ്ഞിരുന്ന് കുട്ടനെ വകവരുത്താൻ ശ്രമിക്കുന്ന ആ പിശാചിനെ മറന്നീക്കി പുറത്തു കൊണ്ടുവരണം. എക്സ്ക്യൂസ് മീ. മഹാദേവൻ, ഹരിദാസ്, ജാനകി. ദേവിക. മുത്തശ്ശിയും വല്യച്ഛനെയും വല്യമ്മയും ആദ്യം തന്നെ ഒഴിവാക്കാം. സ്മൃതിയെ ഒഴിവാക്കാം. പിന്നെ ഋഷിയേട്ടൻ. ഒരിക്കലുമില്ല.
സിദ്ധുവേട്ടനെന്ന് വെച്ചാൽ ഋഷിയേട്ടന് ജീവനാ. പേഷ്യന്റിനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നതല്ലേ? മരുന്നുമല്ലേ മുടങ്ങിയോ? ഇല്ല, എല്ലാം കൃത്യസമയത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, വേറെ എന്തോ ഉള്ളിൽ ചെന്ന ലക്ഷണം കാണിക്കുന്നുണ്ട്. ആഹാരത്തിലൊന്നുമല്ല, വിഷം കലർന്ന എന്തോ ദ്രവരൂപത്തിൽ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. വീട്ടിലുള്ളതിൽ ആരായിരിക്കും സിദ്ധുവേട്ടന്റെ ശത്രു? സിദ്ധുവേട്ടന് മരുന്ന് മാറ്റിക്കൊടുത്ത സംഭവമൊക്കെ നടന്നു കഴിഞ്ഞാണ് ദേവിയേച്ചിയും ഗോപികയും അഞ്ജിതയും വന്നത്. അപ്പൊ അവരല്ല. പിന്നെയുള്ളത് അച്ഛനും അമ്മയോ. സംശയിക്കണം, അച്ഛനെ സംശയിക്കണം, ക്ലോസ് ആയി വാച്ച് ചെയ്യണം. ചിലപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ അച്ഛനാണെങ്കിലോ? വിശ്വസിക്കാൻ പ്രയാസമാണ്. എങ്കിലും സാഹചര്യ തെളിവുകൾ വിരൽ ചൂണ്ടുന്നത് അച്ഛനിലേക്ക് തന്നെയാണ്. മാഡം, ഇത് ഓർഡർ മാനേജ്മെന്റ് ഡോക്യുമെന്റ്സ് ആണ്. ഇത് ക്വാളിറ്റി കൺട്രോൾ റിപ്പോർട്ടാണ്. ഇത് രണ്ടിലും ഡിസ്ട്രിബ്യൂഷൻ റെക്കോർഡ്സ് ആണ്. ശാലിനി, ഇനി എനിക്ക് കോൺട്രാക്ട് അഗ്രിമെന്റ്സും ഇൻവോയ്സസും എംപ്ലോയി റെക്കോർഡ്സും വേണം. അത് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം മാഡം. ശരി, എന്ന് ശാലിനി പോയിക്കോ. ശരി മാഡം. കുട്ടാ, ഞാൻ വരച്ചോണ്ടിരിക്ക. ഇരുന്നിട്ട് കാണിച്ചു തരാട്ടാ. നല്ലൊരു പടാ വരയ്ക്കണേ. ദേവികെ, അനീഷേട്ട തിരക്കിലാണോ? ഏയ്, അതൊന്നും സാരമില്ല. അനീഷേട്ടൻ ഇരിക്കെ. ഏയ്, ഇരിക്കാനൊന്നും നേരമില്ല. ആള് കാര്യമായ ചിത്രരചനയിലാണല്ലോ. സിധു, കുട്ടാ. ആ, എന്താ മേലകെ? ആരാ നോക്കി? ആ, അനീഷ് മാമൻ. വേണ്ട, സിധുവിനെ ശല്യപ്പെടുത്തണ്ട. സിധു വരച്ചോ, വരച്ചോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.